സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കല്യാണ സീസണുകളൊക്കെയാണ്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആശ്വാസകരമായ സാഹചര്യമാണ്. ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം സാധാരണ പല യുദ്ധങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളിലൊക്കെ ഉണ്ടാവുമ്പോൾ സ്വർണത്തിന് വില കൂടുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പൊ യുദ്ധം വരുമ്പോൾ ഇങ്ങനെ സ്വർണത്തിന് അടിക്കടി വില കുറയുന്ന ഒരു നിലയിലേക്ക് സ്ഥിതി എത്തിയിരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം സ്വർണത്തേക്കാൾ ആവശ്യമുള്ള വസ്തുക്കൾ ധാരാളമുള്ള സ്ഥലത്താണ് യുദ്ധം പ്രധാനമായും നടക്കുന്നത്. അതായത് ഇറാൻ പോലുള്ള രാജ്യം അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ധനം, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ സപ്ലൈ നടക്കുന്നത്. ക്രൂഡ് ഓയിൽ, ഗ്യാസ് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഈ യുദ്ധത്തെ തുടർന്ന് കുറയുകയും അത് പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് വലിയ തോതിൽ സ്വർണത്തോടുള്ള ആളുകളുടെ താല്പര്യത്തിൽ ആഗോളതലത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് സ്വർണ്ണ വിലയിൽ വലിയ ചാഞ്ചാട്ടവും കുറച്ചിലേക്ക് പോയിട്ടുണ്ട്. മുന്നോട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ടും ഇത് തുടരുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഈ യുദ്ധത്തിന് ഒരു കൃത്യമായ ഒരു അവസാനം ഇതിന് എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആദ്യ സമയങ്ങളിൽ ഇത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ തീരും എന്നുള്ള തലത്തിലേക്കാണ് വാർത്തകൾ പോയിക്കൊണ്ടിരുന്നെങ്കിലും പക്ഷെ ഇത് കൂടുതൽ രൂക്ഷമായ തലത്തിലേക്ക് അത് മാറുന്നത്. അമേരിക്ക പോലും രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് നേരിട്ട് ഇതിൽ നിന്നൊരു പ്രത്യാക്രമണം, അവരുടെ എന്തെങ്കിലും ആയുധ ശേഖരത്തിലോ അല്ലെങ്കിൽ അവരുടെ നേരിട്ട് രാജ്യത്തിലേക്ക് നേരിട്ട് ഒരു ആക്രമണം ഉണ്ടാവുന്നില്ല. അവരുടെ പല സ്റ്റേഷനുകൾ പല രാജ്യങ്ങളിലായിട്ട് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലുണ്ട്. അവിടേക്കാണ് ഇറാൻ ആക്രമിക്കുന്നത്. അപ്പൊ അത് പല സ്ഥലങ്ങളിലേക്ക് പല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അത് സാമ്പത്തിക ലോകത്തിലെ തന്നെ പലതരത്തിൽ അത് സാമ്പത്തിക നിലയിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ആളുകൾക്ക് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു സമയമാണ്. അത് ആളുകൾ പരമാവധി ഈ വിലയുടെ ഈ കുറവിനെ പ്രയോജനപ്പെടുത്തണം, അത് പ്രയോജനപ്പെടുത്തി വാങ്ങണം എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷേ ഒരു പ്രധാന പ്രശ്നം, വ്യാപാരി എന്ന നിലയിൽ പ്രധാന പ്രശ്നം ഇപ്പോഴും ഒരു കൃത്യമായ ഒരു വിൽപ്പന ഒരു ജുവലറികളിലും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാര്യം ഈ വില ഇങ്ങനെ കൂടി ഈ ഒരു വലിയൊരു നിലയിൽ എത്തി നിൽക്കുന്നു. അവിടുന്ന് വില കുറയുന്നു. ആ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഈ സീസൺ ടൈമിലൊക്കെ നല്ല ബിസിനസ് നടക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ ആളുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റികളിൽ ഉണ്ടായേക്കുന്ന വ്യത്യാസങ്ങളാവാം, ആളുകൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറച്ചതാവാം, അല്ലെങ്കിൽ മുൻകൂട്ടി നേരത്തെ ബുക്ക് ചെയ്ത ഇടത്തു നിന്നും സ്വർണം എടുക്കുന്ന തരത്തിലേക്ക് അത് മാറിയതാവാം. എന്താണെങ്കിലും ചെറുകിടക്കാരായിട്ടുള്ള വ്യാപാരികളൊക്കെ വളരെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ബിസിനസ് ഒരു പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വ്യാപാരികൾ വലിയ കടുത്ത പ്രതിസന്ധി, ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധിയാണ് വ്യാപാരികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സ്വർണത്തിന്റെ വില കുറഞ്ഞു ഒരു 99,000 രൂപയിലേക്കൊക്കെ എത്തിയത് വലിയ രീതിയിൽ ആശ്വാസം നൽകിയിരുന്നു. വീണ്ടും സ്വർണത്തിന് ഈ വില കുറയുകയാണോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെയാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അന്ന് തന്നെ ഈ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിക്കുകയും പിന്നാലെ സ്വർണ്ണവില വീണ്ടും ഉയരുകയും 1,11,000 രൂപയിലേക്കൊക്കെ വീണ്ടും എത്തുകയാണ് ഉണ്ടായത്. ഈ 99,000 രൂപയിലേക്ക് സ്വർണ്ണവില എത്തിയപ്പോൾ ജുവലറികളിൽ സ്വർണ്ണ വ്യാപാരം എത്രത്തോളം നടന്നിരുന്നു? ഈ 1,00,000 താഴേക്ക് ഇത് വെറും മണിക്കൂറുകൾ മാത്രമാണ് 1,00,000 താഴെ എന്നതിലേക്ക് വില എത്തിയത്. അത് അധികം താമസിക്കാതെ തന്നെ തിരിച്ച് അതിന് മുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കണ്ടത്. പക്ഷേ സാമ്പത്തിക മാന്ദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ആണെങ്കിലും രാജ്യത്താണെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഒരു വർധന ഉണ്ടായാൽ അതിനെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് പ്രോപ്പറായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ വഴി ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് സർക്കാരുകൾക്ക് സാധിച്ചിരുന്നു. പക്ഷേ വളരെ സങ്കടത്തോടുകൂടി പറയട്ടെ, ഇപ്പോഴത്തെ നിലവിലെ കേന്ദ്രത്തിലുള്ള സർക്കാർ ആയിക്കോട്ടെ കേരളത്തിലുള്ള സർക്കാർ ആയിക്കോട്ടെ ഈ വില നിയന്ത്രണത്തിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല. അവർ ഇതിനെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയാണ്.
പ്രത്യേകിച്ച് ഇലക്ഷൻ കാലഘട്ടമാണ്. ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അവര് ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുമ്പോൾ അതിനെ കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യേണ്ടതിന് പകരം പലതരത്തിലും രാജ്യം വലിയ പ്രതിസന്ധി നേരിടുന്നു, സംസ്ഥാനം പ്രതിസന്ധികൾ നേരിടുന്നു. ഇതിനെയൊന്നും കൃത്യമായി ടാക്കിൾ ചെയ്യാനായിട്ട് ഈ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. അത് ചെന്നെത്തുന്നത് ആളുകളുടെ കയ്യിലുള്ള പണം വളരെ അവരൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ കടന്നുപോവുകയാണ്. ഈ സാമ്പത്തിക മാന്ദ്യം നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ അവരുടെ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനപ്പുറത്തേക്ക് ആഡംബര വസ്തുക്കളായിട്ട് കാണുന്ന സ്വർണം പോലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് അവരുടെ ഒരു കുഴപ്പമല്ല. അവരുടെ പർച്ചേസിംഗ് പവർ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളെ സ്വർണ്ണ വ്യാപാരം മാത്രമല്ല പലതരത്തിലുള്ള എല്ലാ വ്യാപാര മേഖലയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതിന് കൃത്യമായ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ കൃത്യമായ സർക്കാരുകളുടെ ഇടപെടൽ ഈ വിപണിയിൽ ഉണ്ടാവണം. വിപണിയിൽ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന അവശ്യ സാധനങ്ങൾ, സ്വർണമൊന്നും അവശ്യ സാധനമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ ഈ അവശ്യ സാധനങ്ങളുടെ വിലയിലുണ്ടായിരിക്കുന്ന വലിയ വർധനവിനെ പിടിച്ചു നിർത്താൻ സർക്കാരുകൾക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ ആളുകളുടെ കയ്യിൽ പണം നിൽക്കും. ആ പണം വിപണിയിലേക്ക് എത്തും. അത് വ്യാപാരികൾക്കും ആശ്വാസമാവും. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരമൊക്കെ മെച്ചപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെയൊക്കെ ജീവിത നിലവാരം വലിയ പ്രതിസന്ധി നേരിടുന്നു. വലിയ കഷ്ടപ്പാടിലൂടെ ദുരിതത്തിലൂടെയാണ് ആളുകൾ പോകുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വ്യാപാര മേഖല പൂർണ്ണമായി തകരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.